ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി തോന്നിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തോ വന്നു ചേരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് കയ്യിരിക്കണം. ക്വീൻ ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. കൂടുതലായിട്ടും സൗന്ദര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടായിരിക്കാം, ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ആവേശത്തിൻ്റെതായ എനർജിയാണ്. ഈ ആവേശം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് കോൺഫിഡൻ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരുന്ന എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധി ലഭിക്കുന്ന എനർജിയാണ്. ഈ ബുദ്ധിയിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നതാവാം. അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിലുള്ളതുമാണ് എന്നാണ് കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ്. മറ്റുള്ളവരുടെ മുൻപിൽ പെട്ടെന്ന് ഒരു ശ്രദ്ധയാകർഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും നിങ്ങളെ കാണാനും സംസാരിക്കാനും തോന്നുന്ന അത്രമാത്രം നിങ്ങൾ അട്രാക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. രണ്ട് മൂന്ന് കാർഡ്സ് കൊണ്ട് എടുത്തിട്ട് നോക്കാം. Four of Earth, Two of Earth, Ten of Cups, Four of Water ആണ്, അല്ലെങ്കിൽ Four of Cupsന്റെ എനർജിയാണ് നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ നോക്കാം. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ച എനർജിയാണ്. ഈ ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവ് നേടി നല്ല ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു അറിവ് വന്ന ഇൻഡ്യൂഷൻ വർദ്ധിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നല്ല ഒരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് വരികയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും അതിൻ്റെതായ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. റിലേഷൻഷിപ്പിലെ പ്രശ്നമാകാം, ജീവിതത്തിലെ മറ്റു ചില പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലെ പ്രശ്നങ്ങളുമാകാം. അതുവഴി നിങ്ങൾക്ക് തകർന്നടിഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും, അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞ ആ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഒരു പുറപ്പാടിലാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചിട്ടാണ്. നിങ്ങൾ അതിനായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവികമായ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ പലരും എന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ദൈവികമായ പാതയിലൂടെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്.
അപ്പോൾ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി വരുന്നു കൂടുതലായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. അങ്ങനെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നല്ല ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ള എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നല്ല ദൈവാനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെ ഇനി നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം വിസ്ഡമാണ്, വിസ്ഡം ഇൻഡ്യൂഷനാണ്. അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ആവുന്ന ഒരു പ്രോസസ് തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നത്. ഡിവൈൻ നിങ്ങളോട് കണക്ട് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ശ്വാസം എന്നുള്ള ഒരു ടൂളിലൂടെ എന്നുള്ള ഒരു മാധ്യമമാണ് ശ്വാസം. അതിലൂടെ നിങ്ങൾ ഡിവൈനുമായിട്ട് കൂടുതലായിട്ട് കണക്ട് ആവാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല ആൾക്കാർക്കും, ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത്തരത്തിലുള്ള ഒരു എനർജി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പേർക്ക് അതുവഴി പല കാര്യങ്ങളും മുന്നോട്ട് സന്തോഷമായിട്ട് തന്നെ പോകാൻ സാധിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പരാജയം വരരുത് ജീവിതത്തിൽ. വന്നതൊക്കെ വന്നു, അതിൽ നിന്നും പാഠങ്ങളും പഠിച്ചു, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി. പെട്ടെന്നാണ് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത്. അതിൽ നിന്നും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇനി എന്താണ് അടുത്ത പടി, ഇനി എനിക്ക് വരാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ത് കാര്യമാണ്, ഇനി ഞാൻ ചെയ്യേണ്ടത് എന്ത് കാര്യമാണ്, ഇതിലൊക്കെ നല്ല ഒരു അവബോധം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവബോധത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് ആണ് വരാൻ പോകുന്ന. അടുത്തായിട്ട് ഏസ് ഓഫ് എർത്തിന്റെ എനർജിയാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇപ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചിട്ട് നല്ല ഒരു സ്ഥാനത്തേക്ക്, നല്ലൊരു ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരെക്കാളും ഒത്തിരി ഒത്തിരി ഉയരത്തിലാണ്ട ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ. നല്ല ഉയരത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഉയർച്ച? മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഉയർച്ചയിലേക്കാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. ദൈവം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്, യൂണിവേഴ്സ് നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം യൂണിവേഴ്സാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിൽ അല്പം ക്ഷമയുടെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമ പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു നല്ല എനർജിയാണ്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ വഴിയാണ് നിങ്ങൾക്ക് പിന്നീടുള്ള സക്സസ് എല്ലാം ഉണ്ടാകുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അടുത്തതായിട്ട് എന്താണ്? സാമ്പത്തികത്തിന്റെ തുടക്കമാണ്. അപ്പോൾ സാമ്പത്തികമില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, അല്ലേ? നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുന്ന ഈ ഒരു എനർജി സാമ്പത്തികത്തിൻ്റെതായ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് വരാൻ പോകുന്നത്. അബണ്ടൻസിലേക്ക് പോകാനുള്ള അവസരം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനുള്ള അവസരം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. പുതിയതായിട്ട് വരുമാന മാർഗങ്ങളുടെ സ്രോതസ്സുകൾ, വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായ മാർഗങ്ങൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ പുതിയ ജോലിയാവാം. ഇവിടെ കണ്ടില്ല, ഒരുപാട് സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. കാരണം ഇത് സാമ്പത്തികം ലഭിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട്. അത്രമാത്രം സന്തോഷത്തിലാണ് നിങ്ങൾ ഇവിടെ എന്ന് കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരാൻ
വരാൻ പോകുന്നു എന്ന്, അല്ലെ? എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, എന്തോ നല്ലൊരു ഉണർവിനുള്ള ഒരു അനുഗ്രഹം വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ സാമ്പത്തികപരമായ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് മറ്റ് പലതരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങും. മനസ്സിലായി? ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഈ ഏറ്റവും വലിയൊരു വിജയം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു തുടക്കമാണ്, ഇവിടെ നല്ലൊരു തുടക്കമാണ്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഒരുപാട് മാറ്റങ്ങൾ, ഒരു തരത്തിലുള്ള മാറ്റമല്ല, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പ്രത്യേകിച്ചും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ വരുന്നതൊക്കെയും നമുക്ക് നല്ല അനുഗ്രഹങ്ങളായിട്ട് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒത്തിരി സന്തോഷമായിട്ട് ഇരിക്കാനും ഉള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. 4 ഓഫ് എർത്ത് ആണ്. സാമ്പത്തികത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാമ്പത്തിക മാർഗങ്ങൾ വരുന്നു നിങ്ങളിലേക്ക്. സാമ്പത്തികമായിട്ട് എന്തോ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സാമ്പത്തികമായിട്ട് വന്നിരിക്കുന്ന ആ ഒരു തുടക്കമാണത്, സമ്പത്തിൻ്റെതായ തുടക്കം. പുതിയ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ആവശ്യം വേണ്ട എന്ന് തോന്നിയിരുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് നല്ല മറ്റൊരു ജോലി സ്വീകരിക്കാനുള്ള എനർജി ആവാം. മനസ്സിലായി? അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ പുതിയ ബിസിനസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിനുള്ള മാർഗമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അതുപോലെ സമ്പത്തിൻ്റെതായ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്നു. സാമ്പത്തിക മാർഗങ്ങൾ വരുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അതാണ് ഇവിടെ കാണുന്നത്. 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് 2 ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ബാലൻസ് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. എർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പെന്റക്കിളാണ്. ഇവിടെയും പെന്റക്കിൾ, ഒരുപാട് പെന്റക്കിളിന്റെ എനർജിയാണ് ഇവിടെ. കണ്ടില്ലേ? ഇവിടെ ഏസ് ഓഫ് എർത്ത്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ഇവിടെ 4 ഓഫ് പെന്റക്കിൾസ്, ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ്. കണ്ടില്ലേ? കൂടുതലായിട്ടും വന്നിരിക്കുന്നത് പെന്റക്കിളിന്റെ എനർജിയാണ്. ഇത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു എനർജി തന്നെയാണ്. ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മാറ്റങ്ങളോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നു. ഇവിടെ പുതിയ മാർഗങ്ങൾ വരുന്നു. ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നു. ഇവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. മനസ്സിലായി? അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയൊരു സമയത്ത്, ഈ ഒരു സമയത്ത് ഇനി മുന്നോട്ട് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ ആ പ്രതീക്ഷകളൊക്കെയും സഫലമാകാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് 10 ഓഫ് വാട്ടർ ആണ് വന്നത്. 10 ഓഫ് കപ്സിന്റെ എനർജി, ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. സന്തോഷത്തിന്റെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻജോയ് ചെയ്യാനുള്ളത്, ഫാമിലി മൊത്തം സന്തോഷിക്കാൻ പോകുന്നു. ഒരുപാട് ദൈവാനുഗ്രഹം വരുന്നു നിങ്ങളിലേക്ക്. എന്തിന്റെ ദൈവാനുഗ്രഹം? സ്നേഹത്തിൻ്റെതായ നിറഞ്ഞ കപ്പുകൾ. ഇവിടെ റെയിൻബോസ് വന്നിരിക്കുന്നുണ്ടല്ലേ? ഫാമിലി സഹിതം ഉല്ലാസയാത്രയ്ക്ക് പോവാം. ഫാമിലി സഹിതം എന്തെങ്കിലുമൊക്കെ മറ്റ് പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പുറപ്പെടാം. അതുപോലെ തന്നെ എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൂടിച്ചേരാതിരുന്നവർ കൂടിച്ചേരുന്ന എനർജി, വിട്ടുപോയവർ തിരിച്ചു വരുന്ന എനർജി, കുട്ടികളുമായിട്ട് ഒന്ന് ചേർന്ന് ഒരുപാട് സന്തോഷിക്കുന്ന എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. 10 ആണ് വന്നിരിക്കുന്നത്, നമ്പർ 10. അപ്പോൾ ഈ ഒരു 10ന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സമ്പൂർണമാണ്, കംപ്ലീഷൻ ആണ്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് വാട്ടർ ആണ്. കാരണം കണ്ടില്ലേ, ഇവിടെ മുൻപിലുള്ളതൊന്നും വേണ്ട എന്നുള്ള ആ ഒരു നിരാശയിലിരിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഇവിടുന്ന് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ആഗ്രഹിച്ചത് ഇതല്ല എന്നുള്ളതായിരിക്കും നിങ്ങൾ മനസ്സിൽ കരുതുന്നത് ഇപ്പോൾ, അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ, നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എൻ്റെ പ്രണയമായിരുന്നു,
നഷ്ടപ്പെട്ട പ്രണയം തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്ക്, അത് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നത്. അത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്, കണ്ടില്ലേ? ഡിവൈനുമായിട്ട് നിങ്ങൾ ഇവിടെ കണക്ട് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഉടനെ നോക്കാവേ. റിലാക്സേഷൻ ആണ് വന്നിരിക്കുന്നത്. ട്രൂത്ത്, കറേജ്, മതിയല്ലോ. ബോട്ടം വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്, കണ്ടല്ലേ? നിങ്ങൾക്ക് ധാരാളമായിട്ട് ബ്ലെസ്സിങ്സ് ആണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു ബ്ലെസ്സിങ്സിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫുൾഫിൽമെന്റ് ആണ്, ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഫുൾ മൂൺ കണ്ടില്ലേ? ഇവിടെ ആഗ്രഹ സഫലീകരണം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഫുൾ മൂൺ ആകുമ്പോഴേക്കും സഫലമാകുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെയും പറയാൻ പറ്റും. നിങ്ങൾ നട്ട ചെടിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നട്ട ഒരു വൃക്ഷത്തിൽ അതിന് പുഷ്പം ഉണ്ടാകുന്നു, ഫലമുണ്ടാകുന്നു, നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി അത് ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കാര്യത്തിലാണോ ആ കാര്യം നിങ്ങൾക്ക് സഫലമായി വരുന്നു. ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ നഷ്ടപ്പെട്ട പ്രണയമാകാം. ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ആഗ്രഹ സഫലീകരണമാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാറിപ്പറക്കാൻ സാധിക്കുന്നു. വളരെ മനോഹരങ്ങളായ ചിത്രശലഭങ്ങളെ പോലെ വളരെയധികം സന്തോഷത്തിൽ നിന്ന് പാറിപ്പറക്കാൻ ഉള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം ഉയർച്ച നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ റെയിൻബോ കണ്ടില്ലേ? ഇത് നിങ്ങളുടേതായ സ്വപ്ന സഫലീകരണമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ റിലാക്സേഷൻ, എന്തിനാണ് റിലാക്സേഷൻ വന്നിരിക്കുന്നത്? എന്തിനാണ് റിലാക്സേഷൻ വന്നിരിക്കുന്നത് ഇവിടെ? എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എനർജി അനുഭവിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും മറ്റ് ചില നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചില യാഥാർത്ഥ്യങ്ങൾ എന്ന് പറയും, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതുവഴി ചില സത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും, പലരും അധിക്ഷേപിച്ചിട്ടുണ്ടാവും, പലരും തള്ളിപ്പറഞ്ഞെടുത്ത് പുച്ഛിച്ച് പറഞ്ഞെടുത്ത് അവിടെ നിന്നെല്ലാം നിങ്ങളെ പരാജയപ്പെടുത്തി അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിച്ചു. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് ആഗ്രഹ സഫലീകരണം നടക്കുന്നത്. ഇവിടെ അങ്ങനെ പല കാര്യങ്ങളുടെയും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ആ സത്യാവസ്ഥ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിൽ സംഭവിച്ചു പോയ പല പ്രശ്നങ്ങളുടെയും സത്യാവസ്ഥ ഇവിടെ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ലഭിച്ചിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കറേജോ. പിന്നീട് എന്താണ്? ധൈര്യം വന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ധൈര്യം വന്നു. മുൻപൊന്നും അത്രമാത്രം ധൈര്യം ഇല്ലാതിരുന്നു, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴേക്കും ധൈര്യം ചോർന്നു പോകുന്ന ഒരവസ്ഥ ആയിരുന്നു എങ്കിൽ ഇനി ഒരിക്കലും അത് നിങ്ങളെ ബാധിക്കുകയില്ല. അത്തരത്തിലുള്ള ധൈര്യക്കുറവ് നിങ്ങളെ ബാധിക്കുകയില്ല. ഇത് വർദ്ധിച്ചു വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ സാധിക്കുന്നു, പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെയും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വരുന്നതിന് തീർച്ചയായിട്ടും അതിനെ അവിടെ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. ധൈര്യപൂർവ്വം നേരിടാനുള്ള ആ ഒരു മനസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് ഇതിലുള്ള ഒരു പ്രോഗ്രസ് വരുന്നു. ഇനി അവിടെ നിന്ന് എന്താണ്? റിലാക്സേഷൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സാധിച്ചു കഴിഞ്ഞു, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ്, അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
കൂടുതലായിട്ടും നമുക്കിവിടെ റിലാക്സേഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലമാകുന്നു, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികപരമായിട്ട് പ്രത്യേകിച്ചും മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പലതും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. സൺ കാർഡാണ് പിന്നെ തൊട്ട് താഴെ വന്നിരിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് എർത്ത് ആണ്. കണ്ടില്ലേ, ഇവിടെയും ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, സാമ്പത്തികം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നു. സൺ കാർഡാണ്, ഹാപ്പിനെസ്സിലേക്ക് പോകാൻ കഴിയുന്നു. നമ്പർ 10 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 1ന്റെ എനർജി, ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് വിക്ടറി ആൻഡ് ഹാപ്പിനെസിന്റെ എനർജിയാണ് സൺ കാർഡ് വരുന്നത്. വെളിച്ചത്തിലാണ്, നിങ്ങളിപ്പോൾ ഇരുട്ടിലാണെങ്കിൽ നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. തിരിച്ചറിയാൻ കഴിയുന്നു പല കാര്യങ്ങളെയും. അങ്ങനെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഡിവൈനായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നു. ഇവിടെയോ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിങ്. ഒരു ചെറിയ റീഡിങ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.